ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് സ്പെഷ്യലായിട്ടുള്ളൊരു മട്ടൺ മപ്പാസാണ്. ഉരുളക്കിഴങ്ങൊക്കെ വറുത്തിയേർത്തുണ്ടാക്കിയെടുക്കുന്ന നല്ല തിക്ക് ഗ്രേവി ആയിട്ടുള്ള ഈ മട്ടൺ മപ്പാസിന് നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. മട്ടൺ മപ്പാസിനായിട്ട് ഞാൻ 1 കിലോ മട്ടനാണ് എടുത്തിരിക്കുന്നത്. ഇതുപോലുള്ള ചെറിയ കഷ്ണങ്ങളാക്കി വേണം മട്ടൺ മുറിച്ചെടുക്കേണ്ടത്. ഇനി ഈ മട്ടൺ നമുക്ക് മസാലകളൊക്കെ ചേർത്ത് കുറച്ച് സമയം ഒന്ന് മാരിനേറ്റ് ചെയ്യാനായിട്ട് വെക്കണം. അതിനായിട്ട് മട്ടൺ ആദ്യം നമുക്ക് കുക്കറിലേക്ക് മാറ്റാം. ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. 1 ടേബിൾ സ്പൂൺ വിനാഗിരി കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. കൈകൊണ്ട് തന്നെ നന്നായിട്ട് തിരുമ്മി ഇളക്കി യോജിപ്പിക്കണം. ഇനി ഇത് നമുക്കൊരു 10 മിനിറ്റ് നേരത്തേന് മാരിനേറ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി മട്ടൺ മപ്പാസിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതുപോലുള്ള 4 സവോള എടുത്തിട്ടുണ്ട്. ഇനി എരിവിനനുസരിച്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട്. അത്യാവശ്യം ഒരു വലിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഒരു 8-10 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള കറിവേപ്പില എടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തിരിക്കുന്നത് ഇതേപോലുള്ള മീഡിയം സൈസ് 3 കിഴങ്ങാണ്. കിഴങ്ങാണ് ഈ കറിയിലെ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ്. പിന്നെ വേണ്ടത് ഏകദേശം 1 ഗ്ലാസോളം കട്ടി തേങ്ങാപ്പാല്, അതായത് 1-ാം പാല്. പിന്നെ 2ഉം 3ഉം പാല് ഒന്നിച്ചെടുത്തത്, അത് ഏകദേശം ഒരു 1.5 ഗ്ലാസോളം ഉണ്ട്. ഇതിപ്പം ഒരു വലിയ തേങ്ങയുടെ പകുതിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് കിഴങ്ങൊന്ന് അരിഞ്ഞെടുക്കാം. ചിപ്സിനൊക്കെ അരിയുന്ന പോലെ വട്ടത്തിൽ വേണം കിഴങ്ങ് അരിഞ്ഞെടുക്കേണ്ടത്. ഇതുപോലെ ഈ ഒരു കനത്തിൽ വേണം കിഴങ്ങ് അരിഞ്ഞെടുക്കാൻ. ഈ കറിയിലേക്ക് നമ്മൾ കിഴങ്ങ് വറുത്താണ് ചേർക്കുന്നത്. അപ്പം അതുകൊണ്ട് അധികം കട്ടി കൂടാതെ കുറച്ച് കനം കുറച്ച് വേണം അരിഞ്ഞെടുക്കേണ്ടത്. അരിഞ്ഞെടുത്ത കിഴങ്ങെല്ലാം കളർ മാറാതിരിക്കാൻ വെള്ളത്തിലോട്ട് തന്നെ മാറ്റിയിട്ടുണ്ട്. ഇനി ഈ കിഴങ്ങ് ഇവിടെ ഇരിക്കട്ടെ. ആദ്യം നമുക്ക് മട്ടൺ ഒന്ന് വേവിച്ചെടുക്കാം. ഒരു 1/4 ഗ്ലാസ് വെള്ളം നമുക്ക് മട്ടണിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് എളുപ്പം മട്ടനാണ്, അതുകൊണ്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ 1 വിസിലും ലോ ഫ്ലെയിമിൽ 1 വിസിലും മതിയാവും. ഇനി കുക്കർ അടച്ച് നമുക്ക് മട്ടൺ വേവാൻ വെക്കാം. മട്ടൺ വേവുന്ന സമയം കൊണ്ട് നമുക്ക് കിഴങ്ങ് വറുത്തെടുക്കാം. പാൻ ചൂടായി കഴിയുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായി ചൂടായി കഴിയുമ്പോൾ കുറച്ച് കിഴങ്ങ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. കിഴങ്ങിന്റെ കളർ ഒന്നും മാറേണ്ട ആവശ്യമില്ല. അത്യാവശ്യം മൂക്കുമ്പോൾ കോരിയെടുക്കാം. ഇനി ബാക്കി ഇരിക്കുന്ന കിഴങ്ങൂടി ഇതുപോലെ തന്നെ നമുക്ക് വറുത്തെടുക്കാം. കിഴങ്ങ് റെഡിയാവുന്ന സമയം കൊണ്ട് സവോള നമുക്ക് നീളത്തിലൊന്ന് അരിഞ്ഞെടുക്കാം. സവോളയെല്ലാം നീളത്തിൽ ഇവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. പച്ചമുളക് നീളത്തിൽ കട്ട് ചെയ്തെടുക്കുക. ഇഞ്ചി വെളുത്തുള്ളി നല്ലപോലെ ഒന്ന് ചതച്ചെടുക്കുക. കിഴങ്ങെല്ലാം വറുത്തെടുത്തിട്ടുണ്ട്.
എണ്ണ കൂടുതലാണെങ്കിൽ കുറച്ച് മാറ്റിയിട്ട് അതേ എണ്ണയിലേക്ക് തന്നെ ചതച്ചെടുത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. പച്ചമണം മാറിക്കഴിയുമ്പോൾ സവോള ചേർത്ത് കൊടുക്കാം. അല്പം ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. സവോളയിൽ നമ്മൾ ഉപ്പ് ചേർക്കുന്നത് സവോള വേഗം വഴഞ്ഞു കിട്ടാനാണ്. എപ്പോഴൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം സവോള വഴറ്റിയെടുക്കാൻ. ഹൈ ഫ്ലെയിമിലാകുമ്പോൾ സവോള കരിഞ്ഞ് കറിയുടെ ടേസ്റ്റ് തന്നെ മാറിപ്പോകും. സവോള ഇപ്പം നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പം മസാലയൊക്കെ മൂത്ത് എണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി വേവിച്ച് വെച്ചിരിക്കുന്ന മട്ടൺ ചേർത്ത് കൊടുക്കാം. വെള്ളത്തോടു കൂടി തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഇനി ഹൈ ഫ്ലെയിമിലിട്ട് മട്ടണിലെ വെള്ളം നമുക്ക് കുറച്ചൊന്ന് വറ്റിച്ചെടുക്കാം. ഇപ്പം അത്യാവശ്യം വെള്ളമൊക്കെ വറ്റി തുടങ്ങിയിട്ടുണ്ട്. ഇനി എടുത്ത് വെച്ചിരിക്കുന്ന 2ാം പാല് ചേർത്ത് കൊടുക്കാം. 2ാം പാല് ചേർക്കുമ്പോൾ ഗ്രേവിക്ക് അനുസരിച്ച് ചേർത്താൽ മതി. ഞാനിവിടെ ഇപ്പോൾ ഏകദേശം ഒരു 3/4 ഭാഗത്തോളം മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇനി ഇതിലേക്ക് നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഈ ഒരു സമയത്ത് കറിവേപ്പില ചേർത്ത് കൊടുക്കുമ്പോൾ കറിക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടും. ഇനി നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന കിഴങ്ങ് കൂടി ചേർത്ത് കൊടുക്കാം. കിഴങ്ങ് ചേർത്തിട്ട് കറി ഇളക്കുമ്പോൾ കിഴങ്ങ് പൊടിയാതെ വളരെ സൂക്ഷിച്ചു വേണം ഇളക്കാനായിട്ട്. ശരിക്കും ഈ കറിയിൽ മട്ടണേക്കാളും രുചി ഈ കിഴങ്ങിനാണ് കേട്ടോ. എനിക്ക് ഈ കറിയിൽ മട്ടണേക്കാളും കൂടുതൽ ഇഷ്ടം ഈ കിഴങ്ങ് കഴിക്കാനാണ്. കാരണം ഈ മട്ടൻ്റെ ഫ്ലേവർ മുഴുവൻ ഇതിലുണ്ടാവും. നല്ല ടേസ്റ്റാണ് ഈ കിഴങ്ങ് കഴിക്കാൻ. ഇനി ഇതൊരു 5 മിനിറ്റ് തിളച്ച് കുറുകി കഴിയുമ്പോൾ തീ നന്നായി കുറച്ചിട്ട് 1ാം പാല് ചേർത്ത് കൊടുക്കാം. ഉപ്പൊക്കെ കറക്റ്റ് ആണോ എന്ന് നോക്കിയിട്ട് തിളയ്ക്കുന്നതിന് മുന്നേ നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി രുചി കൂടാനായിട്ട് 1/2 ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഉപ്പും പുളിയും എരിവും എല്ലാം ഒന്ന് ബാലൻസ് ആയി കിട്ടും. ഈ ഒരു കറി ഇപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇത് അപ്പം, വെള്ളയപ്പം, പുട്ട്, ചപ്പാത്തി എല്ലാത്തിൻ്റെ കൂടെയും നല്ല സൂപ്പർ കോമ്പിനേഷനാണ്. ഇനി ഇതൊരു 10 മിനിറ്റ് നേരത്തേക്ക് ഒന്ന് അടച്ചു വയ്ക്കാം. ആ ഒരു സമയം കൊണ്ട് തേങ്ങാപ്പാലും കിഴങ്ങും മട്ടണും എല്ലാം ഒന്ന് സെറ്റായി ഗ്രേവി നല്ല തിക്കായിട്ട് കിട്ടും. ഇപ്പോൾ 10-15 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പം നമ്മുടെ കറി നല്ല തിക്കായിട്ട് റെഡി ആയി വന്നിട്ടുണ്ട്. അപ്പം എല്ലാവരും ഈ കറിയൊന്നും മറക്കാതെ ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പം വേറൊരു പുതിയ റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.